ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിൻ്റെ പാഠഭാഗങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം. അദ്ദറസു അവ്വൽ ഹൈറുൽ കലാം. ഹൈറുൽ കലാം ഖുർആനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആനിൻ്റെ കൂട്ടുകാരനോട് പറയും, ഓതു, കയറിക്കൊണ്ടിരിക്കൂ, ഇഹലോകത്ത് വെച്ച് നീ ഖുർആൻ സാവധാനം ഓതുന്നത് പോലെ ഓതു. നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് തീരുന്നിടത്താണ്. ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സജ്ജരിതരായ സഹാബത്ത്, താബിഊകൾ, ഇമാമുകൾ തുടങ്ങിയ ഗുരുപരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചു. കൂട്ടിച്ചേർത്തലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ വിധേയമാവാതെ ഇന്നും അത് നിലനിൽക്കുന്നു. അന്ത്യനാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെ എന്നതാണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? അല്ലാഹു തആല വിശുദ്ധ കലാം ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചു. ശേഷം സജ്ജരിതരായ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഞ്ചരിച്ചിരുന്ന സഹാബത്ത്, അതിനുശേഷം താബിഊകൾ, അതിനുശേഷം ഇമാമുകൾ തുടങ്ങിയ ഗുരുപരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചു. നമ്മിലേക്ക് എത്തിയ രൂപമാണ് ഖുർആന് നമ്മിലേക്ക് എത്തിയത്. മനസ്സിലാക്കുക. അത് കൂട്ടിച്ചേർത്തലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ വിധേയമാവാതെ ഇന്നും അത് നിലനിൽക്കുന്നു. അത് അന്ന് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയത് അതുപോലെ ഇന്നും നിലനിൽക്കുന്നു. അന്ത്യനാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ അത് എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട്, അള്ളാഹുവിൻ്റെ വചനങ്ങളായതുകൊണ്ട് അത് എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും തന്നെ വ്യത്യസ്തമാണ്. ഖുർആൻ മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാകാൻ കാരണം എന്ത്? ചോദ്യം വരാം. എന്താണ്? ഇലാഹി വചനങ്ങളായതുകൊണ്ട്. പാരായണം, എഴുത്ത്, വ്യാഖ്യാനം എല്ലാം സവിശേഷവും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. അവ പാലിക്കാതെയുള്ള പാരായണവും എഴുത്തും പഠനവും കുറ്റകരമാണ്. ഖുർആനിൻ്റെ എഴുത്തും വ്യാഖ്യാനവും പാരായണവും ഒക്കെ സവിശേഷതകൾ നിറഞ്ഞതാണ്. അവ പാലിക്കാതെയുള്ള പാരായണം എഴുത്തും കുറ്റകരമാണ്. മനസ്സിലാക്കുക. സത്യവിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും അനിവാര്യമായതിനാൽ അവയുടെ പ്രത്യേക നിയമങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ. മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം നാം പാരായണം ചെയ്യേണ്ടത്. ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? എങ്ങനെയാണ്? മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. മനസ്സിലാക്കി പഠിക്കുക. ഇനി ദഫ്തർ തോലിബ് നോക്കി തദ്രിബാത്തുകൾ ചെയ്യണം. പിന്നെന്താണ് പ്രവർത്തനം? എന്താണ്? നഖ്റഉ സൂറത്ത് യൂനുസ് തർത്തീല. സൂറത്ത് യൂനുസ് തജ്വീദ് നിയമപ്രകാരം തർത്തീല് സാവധാനം പാരായണം ചെയ്യുക. അപ്പോൾ അത് ക്ലാസ്സിൽ ഉസ്താദ് സൂറത്ത് യൂനുസ് തജ്വീദ് നിയമപ്രകാരം എടുക്കും. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി ഓതുക. അതായത് അങ്ങനെയുള്ള ഇതിൽ പാഠബുക്കിൽ വരുന്ന സൂറത്തുകളാണ് നിങ്ങൾക്ക് ഖുർആൻ എക്സാമിന് നോക്കി ഓദിക്കുക. അതുപോലെ നഹ്ഫദ് സൂറത്ത് യാസീന് മനഃപ്പാഠമാക്കേണ്ടത് സൂറത്ത് യാസീനിലെ 1-ാമത്തെ ആയത്ത് മുതൽ 5-ാമത്തെ ആയത്ത് വരെ. റത്തീബ് ഹദ്ദാദ് റാത്തീബ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും
മനസ്സിലാക്കി പഠിക്കുക. മനഃപ്പാഠമാക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പം അത് എന്തായാലും 5ാം ക്ലാസ്സിലെ ഹിഫ്ള് എക്സാമിന് യാസീനും ഹദ്ദാദും നിർബന്ധമാണ്. അപ്പം നിങ്ങളുടെ തജ്വീദിൻ്റെ അവസാന ഭാഗത്തുണ്ട് റാത്തീബ് ഹദ്ദാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ വന്ന കാര്യങ്ങളും ദിക്റുകളും സൂറത്തുകളും ആയത്തുകളൊക്കെ ഉണ്ട്. ആയത്തുൽ കുർസി, ആമന റസൂലൊക്കെ ഉണ്ട്. പിന്നെ ദിക്റുകൾ വരുന്നുണ്ട് നെക്സ്റ്റ് പേജിലൊക്കെ. അപ്പം അതൊക്കെ കുറേശ്ശെയായിട്ട് എന്നും മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. ഒന്നിച്ച് നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് എന്നും മനഃപ്പാഠമാക്കുക. അപ്പോഴാണ് നമുക്ക് ഹിഫ്ലിന് ഹദ്ദാദ് റാത്തീബ് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. എല്ലാവരും മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തർ ത്വാലിബ് നോക്കാം. ഒന്നാമത്തെ പാഠമായ ഹൈറുൽ കലാമിൻ്റെ വർക്ക് ബുക്കാണ്. അതിൽ നൊജിബ് ആദ്യം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഖുർആൻ ഓതുന്നതിൻ്റെ നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവിടെ ഫസ്റ്റ് വന്ന പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതി വെക്കേണ്ടത്. ഖുർആനിൻ്റെ കൂട്ടുകാരനോട് പറയും, ഓതൂ, കയറിക്കൊണ്ടിരിക്കൂ, ഹലോകത്ത് വെച്ച് നീ ഖുർആൻ സാവധാനം ഓതുന്നത് പോലെ ഓതൂ, നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് തീരുന്നിടത്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഈ പാഠത്തിൽ കൊടുത്ത ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. നമുക്കത് മനസ്സിലായി. ഖുർആനിൻ്റെ കൂട്ടുകാരനോട് പറയും, ഓതൂ, കയറിക്കൊണ്ടിരിക്കൂ, ഇഹലോകത്ത് വെച്ച് ഖുർആൻ സാവധാനം ഓതുന്നത് പോലെ ഓതൂ, നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് നിർത്തുന്നിടത്താണ്. ഇത് ഖുർആന് നമ്മോട് പറയും എന്ന കാര്യമാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണെന്ന് ഇതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ചോദ്യം, വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമ്മിലേക്ക് എത്തിയത്? അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സജ്ജരിതരായ സഹാബത്ത്, താബിഊകൾ, ഇമാമുകൾ തുടങ്ങിയ ഗുരുപരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചു. അപ്പം അതുവരെ അതിൻ്റെ ആൻസർ എഴുതുക. ഖുർആൻ എല്ലാ നിലക്കും വ്യത്യസ്തമാണ്. കാരണമെന്ത്? വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇലാഹി വചനങ്ങളായതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക, പഠിക്കുക. അടുത്തത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയും ആവണം നാം പാരായണം ചെയ്യേണ്ടത്. അതിൻ്റെ ആൻസർ എഴുതുക. അടുത്ത് നക്ര വനസിൽ യോജിച്ച് ചേർത്ത് വായിക്കാനാണ്. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കും. വിശുദ്ധ ഖുർആൻ മറ്റെന്തിൽ നിന്നും വ്യത്യസ്തം. വിശുദ്ധ ഖുർആൻ പാരായണവും സത്യവിശ്വാസികൾക്ക് അനിവാര്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് എക്സാമിന് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ ഇതുപോലെ എഴുതിയാൽ മതി. അതിനോട് ചേർന്നിട്ട് വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിയ രൂപം, അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസറും കൂട്ടിയിട്ട് 5 വരി കുറയാതാക്കിയിട്ട് എഴുതുക. അടുത്തത് തഹസീസാണ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തെക്കുറിച്ച് തന്നെ നമുക്ക് അവിടെ എഴുതാം. ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. അത് അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമാണ്. അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സജ്ജരിതായ സഹാബത്ത്, താബിഉകൾ, ഇമാമുകൾ തുടങ്ങിയ ഗുരുപരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചു. കൂട്ടിച്ചേർത്തലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ വിധേയമാവാതെ ഇന്നും അത് നിലനിൽക്കുന്നു. അന്ത്യനാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. പാരായണം, എഴുത്ത്, വ്യാഖ്യാനം എല്ലാം
സവിശേഷവും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അവ പാലിക്കാതെയുള്ള പാരായണവും എഴുത്തും പഠനവും കുറ്റകരമാണ്. മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയും ആവണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഈ പാഠത്തെ കുറിച്ചിട്ട് ചുരുക്കിയിട്ട് അവിടെ ഒരു ഖണ്ഡിക എഴുതി പൂർത്തിയാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് തുടർന്ന പാഠങ്ങളുമായിട്ടുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.